അശ്വിത്ത്, നമുക്കറിയാം ഇനിയൊരു കാത്തിരിപ്പാണ്. മകരജ്യോതി ദർശിക്കാനും മകരവിളക്ക് കാണുവാനും വേണ്ടി ഭക്തലക്ഷങ്ങൾ വളരെയധികം ഭക്തിയോടുകൂടി തന്നെ സന്നിധാനത്തും പരിസരത്തും നിലയുറപ്പിച്ച് തുടങ്ങിയിരിക്കുന്നു. താഴെ പമ്പയിലും അതേപടിയുള്ള ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് സന്നിധാനത്ത് നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? മാർഷൽ സ്വാമി എവിടെ നിന്നാണ്? കർണാടക. മകരവിളക്ക് കാണാൻ ഫസ്റ്റ് ടൈമാ? ഇല്ല, സെക്കൻഡ് ടൈം. സ്വാമി എവിടെ നിന്നാണ്? മുള്ളല്ല, ആരക്കാട്. ആദ്യമായിട്ടാണോ? ഫസ്റ്റ് ടൈം വരുന്നതാ? ആദ്യമായിട്ടാണോ വരുന്നത്? 29 കൊല്ലായി. 29 കൊല്ലായി. ഇവിടെ മകരവിളക്ക് ആദ്യമായിട്ടാണോ കാണുന്നത്? അല്ല, മുമ്പ് കണ്ടിന്. ഇന്നും കണ്ടറിഞ്ഞ് വയസ്സായി, എങ്ങനെ കണ്ടറിഞ്ഞിട്ട് വന്നത്. മകരവിളക്ക് ദിവസം നമ്മൾ ഈ സന്നിധാനത്ത് നിന്ന് മകരവിളക്ക് കാണുക എന്നതിലുപരിയായി നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ സംതൃപ്തി വേറൊന്നുമില്ല അല്ലേ? അയ്യപ്പൻ അതിന്റെ ഫലം തരുന്നു. സ്വാമി എവിടെ നിന്നാണ്? കാസർഗോഡ്. എപ്പോ ഇന്നലെ നടന്നാണോ അതോ വണ്ടിയിലാണോ? വണ്ടിയിലാണത്. ഫസ്റ്റാണ് ഈ മകരവിളക്ക് കാണുന്നതിനായി ഈ ദിവസം തന്നെ വന്നാണ് അല്ലേ? 55 ദിവസമായി എടുത്തിട്ട് വന്നതാണ്. നമ്മള് സാധാരണഗതിയിൽ എല്ലാവരുടെയും ഒരു ഭക്തലക്ഷങ്ങളുടെ ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ള ഒരു 2-3 മണിക്കൂർ. 6:30 കഴിഞ്ഞ് ദീപാരാധന നടക്കുന്നത്. അത് കഴിഞ്ഞ് മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ ഇങ്ങനെ തെളിയുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സംതൃപ്തി അത് വളരെ വലുതാണല്ലേ? അതന്നെ പറഞ്ഞത്. കാണാണ്ട് വന്നതാണ്. വയസ്സാറുകളായി മാഷ് ഇതുപോലെയാണ്. അതായത് ഇത് ദിവസങ്ങളല്ല, ഒരു വർഷത്തോളമുള്ള കാത്തിരിപ്പാണ്. പലരും ആദ്യമായി ഇത്തരത്തിൽ മകരവിളക്ക് കാണുന്നതിനായി, സന്നിധാനത്ത് നിന്ന് മകരവിളക്ക് കാണുന്നതിനായി പല വർഷങ്ങൾ കാത്തിരുന്ന അവസരം ലഭിച്ച് അത്തരത്തിൽ ഒരു വലിയ അനുഭവമാണ് മകരവിളക്ക് സന്നിധാനത്ത് നിന്ന് കാണുക എന്ന് പറയുമ്പോൾ. ഒരു ഭക്തനെ സംബന്ധിച്ച് അത് അവരുടെ ഒരു ജീവിതത്തിലെ വലിയൊരു അഭിലാഷം അല്ലെങ്കിൽ ജീവിതത്തിലെ വലിയൊരു സംതൃപ്തി എന്ന് പറയാം. അതുപോലെ ഈ ധാരാളം ഈ തവണ ഞാൻ ഏതാണ്ട് ഒരാഴ്ചയായി സന്നിധാനത്തുണ്ട്. ഇത്തവണ ധാരാളം കന്നിസ്വാമിമാരും കുഞ്ഞു മാളികപ്പുറങ്ങളും ഒക്കെ ധാരാളം കന്നിസ്വാമിമാരും കുഞ്ഞുമാളികപ്പുറങ്ങളും ഇത്തവണ ആദ്യമായി മകരവിളക്ക് കാണുന്നതിനായി വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുറെ പ്രതികരണങ്ങൾ നമ്മൾ നൽകുകയുണ്ടായി. ഇത്തരത്തിൽ വലിയൊരു കൂട്ടം അല്ലെങ്കിൽ വലിയൊരു ആളുകൾ ആദ്യമായി മകരവിളക്ക് കാണുന്നതിനായി സന്നിധാനത്ത് നിന്ന് ആദ്യമായി മകരവിളക്ക് കാണുന്നതിനായി എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു സമ്പൂർണമായ ഒരു ശരണം വിളികളാൽ മുഖരിതമായ ഒരു സാഹചര്യം, വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല മാർഷൽ.